once a soldier, always a soldier. These words are more than just a saying. They represent a lasting legacy. They reflect a heart committed to service, a spirit that never yields, and a courage that stands the test of time. Even when the uniform is set aside and the battlefield shifts, the values of dedication, discipline, and honor endure. This biopic tells the inspiring story of Sir M.O. Varghese, a veteran, philanthropist, and accomplished business leader. എൻ്റെ പേര് M.O. വർഗീസ്. എൻ്റെ ജന്മദേശം നരണം തിരുവല്ലയിൽ. എൻ്റെ ഒരു ജീവിത കഥ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ തുടക്കം എന്തായിരുന്നു, എൻ്റെ ശൈശവം, ബാല്യകാലം, സ്കൂൾ വിദ്യാഭ്യാസം, എൻ്റെ വ്യാപാര രംഗങ്ങളെ. അത് കഴിഞ്ഞ് ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു 26 വർഷം. അതിന് ശേഷം ഇന്ന് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നതായ വ്യവസായ രംഗത്ത് അതിൻ്റെ വളർച്ച അതെങ്ങനെ നേടി എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം നരണത്താണ്. എൻ്റെ മെൻറ്റർ, ലോകപ്രകാരമുള്ള എൻ്റെ മെൻറ്റർ എൻ്റെ പിതാവായിരുന്നു. എൻ്റെ പിതാവിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. എൻ്റെ ജീവിത ശൈലികൾ, ഇടപാടുകൾ, വ്യാപാര രംഗത്ത് എൻ്റെ പിതാവ് കാണിക്കുന്നൊക്കെയും ആ താല്പര്യവും ശുഷ്കാന്തിയെല്ലാം ഞാൻ ഒപ്പിയെടുത്ത് പഠിച്ചിരുന്നു. അങ്ങനെ പിതാവിനോടൊപ്പം പിതാവിൻ്റെ മുറിയിൽ തന്നെയാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെ സ്കൂളിൽ പോയി ബാക്കി സമയങ്ങളൊക്കെയും 10 വയസ്സേയും പിതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു. പിതാവിൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും 10 വയസ്സാന്ന് പറഞ്ഞ് എൻ്റെ വല്യമ്മച്ചിയിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ എനിക്കും പിതാവിനോടൊപ്പം പിതാവിനെ സഹായിക്കുവാനായിട്ടുള്ളൊരവസരം പിതാവ് ചെയ്യുന്നതല്ല അതേ രീതി ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി. 10 വയസ്സ് മുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിതാവ് ചെയ്ത വ്യാപാരം, സ്റ്റേഷനറി വ്യാപാരം, അത് ഞങ്ങളുടെ നാട്ടിലെ നരണത്തെ കുട്ടനാടൻ പ്രദേശമാണ്. അവിടെ കടകളും പിന്നെ യാത്രാ സൗകര്യങ്ങളും കുറവാണ്. എല്ലാം യാത്രകൾ ചെയ്യുന്ന വള്ളത്തിലാണ്. അപ്പോൾ വലിയ വള്ളം ഉണ്ടായിരുന്നു. ആ വള്ളത്തിലായിരിക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും. അങ്ങനെ പിതാവിനോടൊപ്പം 10 വയസ്സ് മുതൽ ഞാൻ പ്രവർത്തിച്ചു. പിതാവ് എന്ത് ചെയ്യുന്നു അത് തന്നെ ഞാനും ചെയ്തുകൊണ്ട് പിതാവിനിക്ക് ഒരിക്കലും എന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ പിതാവ് ഉദ്ദേശിക്കുന്നതിൽ മെച്ചമായ രീതിയിൽ തന്നെ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ 18 വയസ്സ് വരെ 15 വയസ്സായപ്പോൾ ഞാൻ SLC പാസ്സായി. അതിനിടയ്ക്ക് ധാരാളം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡിൽ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് എയർഫോഴ്സിൽ ചേരണമെന്നൊരു താല്പര്യം വന്നു. ഒരു ഇടത്തരം ഭവനത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബം വലിയ ഒരു കുടുംബമായിരുന്നു. എനിക്ക് 12 വയസ്സ് വരെയും 6 സഹോദരിമാരുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. എനിക്ക് 12 വയസ്സ് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു അനിയനുണ്ടാകുന്നത്. അപ്പം ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ 7 മക്കള്, 8 മക്കള്, അത് കഴിഞ്ഞ് ഒരാൾ മരിച്ചുപോയി. പിന്നെ 7 പേര്
അപ്പച്ചൻ, അമ്മച്ചി, അപ്പൻ, അമ്മ, ഇങ്ങനെ വലിയ 11-12 പേരടങ്ങുന്ന വലിയൊരു കുടുംബം. അപ്പം പിതാവിനെ കൊണ്ട് തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ കളിക്കാനോ പോകാനോ ഒന്നും ഒരിക്കലും ഒരു അവസരം കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിലൊന്നും സ്കൂളിൽ പോകുന്ന സമയത്ത് അവധി സമയങ്ങളിൽ പോലും ഒരിക്കലും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. വ്യാപാരമില്ലാത്തൊരു 2 മാസത്തെ വേനൽക്കാല അവധിയിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ ബൈബിള് ഒരു 10 അധ്യായം എഴുതാൻ തന്നേച്ചു പോയി. ഞങ്ങൾക്കെല്ലാം രാവിലെ പുറപ്പെടുന്ന അച്ചായൻ ബൈബിൾ എഴുതി പഠിക്കുക, ഭരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കഥ പറയുക, വലിയ വലിയ സങ്കീർത്തനം, കാണാൻ പാഠം പഠിക്കുക. അങ്ങനെ പക്ക യഥാർത്ഥ മിലിറ്ററി ചുറ്റുപാടിലാണ് ചെറുപ്പം പോലെ. അതൊക്കെ ഇത് ഈ ഡിക്റ്റേഷനൊക്കെ തന്നേച്ച് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിട്ട്, നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് നിലനിൽക്കുന്നത് ആ ദൈവിക ശക്തിയിലാണ്. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അടയ്ക്കാൻ മടി വെച്ചുകൊണ്ട് അടയ്ക്കാൻ മരം മടി വയ്ക്കാൻ പറ്റും. നമ്മൾ ഏത് ശിക്ഷണത്തില് ഏത് രീതിയിൽ എവിടെ വളരുന്നു, നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് തരുന്ന ഉപദേശങ്ങള് അത് വളരെ പ്രാധാന്യമാണ്. ഒരു കുഞ്ഞിനെ നമുക്ക് ഇന്ന് കൊണ്ടത് ഒടുവിൽ വളർത്താൻ പറ്റും. നമുക്ക് ഇന്നും ഈ നിമിഷത്തിലും ഇക്കാലത്ത് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തകരാറെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ആരും വഴക്ക് പറയത്തില്ല. കുഞ്ഞുങ്ങളെ അതെടുത്ത് അങ്ങോട്ട് അങ്ങനെ പറയരുത്, ഇങ്ങനെ അങ്ങനെയല്ല. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കന്മാർ പരിശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ കലഹമുള്ള ഒരു വീടാണെങ്കിൽ ആ കുഞ്ഞ് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം എപ്പോഴും ഭർത്താവ് ഭാര്യയെ തലവോടിയും വർത്താനം പറഞ്ഞും ഉല്ലസിച്ച് നടന്നു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് ചിരിച്ചോണ്ടായിരിക്കും. വളരെ അർത്ഥവത്തായിട്ട് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 6 പെങ്ങന്മാരുടെ ഇടയിൽ വളർന്ന് എനിക്ക് എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ടുണ്ടായിരുന്നു. അച്ചായൻ കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ ചെറുപ്പം പോലെ പെങ്ങന്മാരുടെ എല്ലാം 2 പേരും എനിക്ക് മൂത്തായിരുന്നു. അവരുടെയും ബോസായിട്ട് ഞാൻ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഇന്നും അതേ പോസിറ്റീവ് എനർജിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ മറ്റൊരുത്തരെയും കണ്ട് അനുകരിക്കാറില്ല. സിനിമാ നടന്മാരെയോ മറ്റാരെങ്കിലും ഭാഷണം ചെയ്യുന്നവരെയോ ദൂർത്തടിക്കുന്നവരെയോ ഒരിക്കലും ഞാൻ ആരെയും അനുകരിക്കുന്നില്ല. എനിക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ ചെറുപ്പത്തിൽ തന്നെ പിതാവ് തന്നിട്ടുണ്ട്. ഞാനത് മിക്കവാറും അതൊക്കെ തന്നെ അന്നും ഇന്നും ജീവിതത്തിലെ പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു 10-12 വയസ്സ് കാണുമായിരിക്കും എനിക്ക്. അത് ഞാൻ വ്യാപാരം ചെയ്ത് വരുമ്പം ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് ആശാരികളുടെ കുടുംബമുണ്ട്. അവർക്കൊക്കെ എന്നോട് വലിയ കാര്യം. അപ്പം ഞാൻ അവിടെ വരുമ്പോൾ അവരുടെ മുറ്റത്ത് വരുമ്പം ഒരു ആട്ടിൻകുട്ടി അവർ വിൽക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ ഒരു മുസ്ലിം സഹോദരനാണ് അത് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ നട്ടലിന് പിടിച്ച് മുകളിലോട്ടൊന്ന് പൊക്കി നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെച്ച് പറഞ്ഞു, ഒരു 30 രൂപ കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ 50 രൂപ തരാമെന്ന് പറഞ്ഞു. അവരൊന്ന് ഞെട്ടി. എന്തോ ആത്മാവാ എന്നെ പ്രേരിപ്പിച്ചെന്ന് ഞാൻ വിചാരിച്ചു. ഈ പാവങ്ങളെ അവൻ കളിപ്പിച്ചുകൊണ്ട് പോകുന്നു. 30 രൂപയ്ക്ക് വേണ്ട, ഞാൻ 50 രൂപ. ഈ ആടിനെ മേടിച്ച് അതിനെ കയറ് സഹിതം എനിക്ക് തന്നു. സാധാരണ അവർ തരുന്നില്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വലിയ പ്രതികൂല സാഹചര്യങ്ങൾ. എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് എനിക്ക് ഇത് അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് എത്ര രൂപ? ഞാൻ പറഞ്ഞു, ഞാൻ 50 രൂപയ്ക്കാണ് വാങ്ങി. അയ്യോ, അവർ മോനെ കളിപ്പിച്ചല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എന്നെ ആരെയും കളിപ്പിച്ചില്ല. അപ്പം യഥാർത്ഥത്തിലൊരു മുള്ളുണ്ടെങ്കിൽ ഇവിടുന്ന് കുത്തിയ മറ്റേ സൈഡിൽ പോകും. അത്രയേ ഉള്ളൂ. അത് ഉണങ്ങി ശുഷ്കിച്ച അവരുടെ അന്നത്തെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് വിറ്റതാ. ഞാനത് മേടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസികൾ വന്ന് എന്നെ കളിപ്പിച്ച് കൊണ്ടു കൊടുക്കാൻ. ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിച്ച ഇനിയും അതെൻ്റെ അഭിമാനത്തിന് ചേരത്തില്ല. കുഞ്ഞായിരുന്നപ്പോഴും തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നെ അടുത്ത് തന്നെ അച്ചായൻ്റെ വേറൊരു സ്നേഹം പറഞ്ഞു. അപ്പം പറഞ്ഞു, മോനച്ച എന്നെ വീട്ടിൽ വിളിക്കും. മോനച്ച ഇതിനെ മറ കെട്ടി വേണം, ഇത് പ്രസവിക്കുമ്പോൾ മറ കെട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പരിഹസിച്ചു. പെങ്ങന്മാര് 6 പേരും ഇത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ്. അമ്മ പറയുന്നു, അച്ചായൻ പറയുന്നു, വല്യമ്മച്ചി മാത്രം ഉണ്ടായിരുന്നു. വല്യമ്മച്ചി എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കേണ്ട, അത് അച്ചായൻ വെച്ച് വേണ്ടിയില്ല. അത് കഴിഞ്ഞ് എല്ലാവരും പോയി. ആ കാലത്തൊക്കെ വീട്ടിലെ കച്ചവടം ഉള്ളതുകൊണ്ട് മുട്ടയുണ്ട്, കരിപ്പെട്ടിയുണ്ട്, ധാരാളം ഉള്ളതുകൊണ്ട് ഇതിന് മുട്ടയും പൊട്ടിച്ച് കരിപ്പെട്ടിയിട്ട് കൊടുക്കും. പിന്നെ അന്ന് റോഡ് വിട്ടുകളൊക്കെ നടക്കുന്നത്.
തെങ്ങൊക്കെ ധാരാളം ദിവസം വിട്ട് കിടപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അവിടുന്ന് അതിന്റെ കൂമ്പ് 2-3 ചെത്തിക്കൊണ്ടിരുന്ന അമ്മയുടെ കൊടുക്കും. അമ്മ അത് കല്ലെ വെച്ച് അരച്ച് അതിന്റെ കൂടെ തേങ്ങാ പിണ്ണാക്കും തവിടും മുട്ട പൊട്ടിച്ചതും. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ദേഹത്തുനിന്ന് പിന്നെ സന്ധ്യയാകുമ്പോൾ ഇറങ്ങി തൂപ്പൊടിക്കും. രാവിലെ ഇവിടുന്നൊക്കെ പെറുക്കി ഒടിച്ചോണ്ട് വരും. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്തുനിന്ന് എണ്ണ തുടച്ചെടുക്കാമെന്ന് പരിപാടി. പിന്നെ അതിനെ എണ്ണ ചേർക്കാനായിട്ട് കൊണ്ടുപോയിട്ട് സെൻറ്റർ കൂട്ടുകാരനെ വിളിച്ച് കൊടുത്തു. ഇവിടെ പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി. അത്ഭുതം എന്ന് പറയട്ടെ, അത് അതിൻ്റെ സമയമായപ്പോൾ 2 പെൺകുട്ടികളെ, ആട്ടുംകുട്ടികളെ പ്രസവിച്ചു. അതിന് മുൻപായിട്ട് ഇതിന്റെ ഈ ആടിന്റെ ഈ അകിടെന്നൊക്കെ പറയുന്നതൊക്കെ ഇത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. വലിയ യഥാർത്ഥത്തിൽ നല്ലൊരു ജേഴ്സി പശുവിന്റെ മാതിരിയുള്ള ഒരു പാൽ കറക്കുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ വലുതായി. ഒടുവിൽ മറ കെട്ടേണ്ടി വന്നു. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കത്തില്ല. ഒടുവിലെ എന്റെ പെരയുടെ അടുക്കളയുടെയും പെരയുടെ മുൻഭാഗത്തിന്റെ കൂടണുള്ള ഒരു തെങ്ങ് നിന്നുകൊണ്ട് അത് വെട്ടാതെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു 8 അടി എൽ ഷേപ്പിൽ മറ കിട്ടിയിട്ട് അതിനകത്ത് നിന്നാണ് ഈ ആടിനെ പ്രസവിപ്പിച്ചത്. അത് കഴിഞ്ഞ് വർഷങ്ങളോളം ആ ആടിന്റെ സന്തതികളിങ്ങനെ വന്നു. ഏത് സമയത്തും പാൽ കറക്കാൻ അമ്മയുടെ ഒരു ആദായ മാർഗമായിരുന്നു അത് കൊടുത്ത് അതിന്റെ പിറ്റേ കാശ് കൊണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു എനിക്കർ വാച്ച് വാങ്ങിച്ചു. അടുത്ത് വായിച്ചു എനിക്കർ, ENICAR എനിക്കർ വാച്ച് മേടിച്ചു. അത് ദീർഘകാലം ഞാൻ വെച്ചിരുന്നു. അതൊരു എൻ്റെ ഒരു വിജയഗാഥയാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് പറയാനുണ്ട് സമയത്തിന്റെ പുറകോട്ട്. അതേസമയം അവർ അറക്കാൻ കൊണ്ടുപോയ ആട്ടുകുട്ടിയാണ് ഇതേപോലെ. അതേ പാല് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 6 നാഴി ഒരു 1.5 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. എല്ലാവരും കുറ്റപ്പെടുത്തിയതുമാണ്. കുറ്റപ്പെടുത്തുക. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം 2 സ്കൂളുകളിലായിട്ടാണ് നടന്നത്. ഒന്ന് എൻ്റെ വീടിനടുത്ത് നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള നരണമുകൾ LP സ്കൂൾ. അന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തോണിയുണ്ട്. തോണിയെ കൂടെ കയറി വേണം പോകണം. അത് കയറി ചവിട്ടി മുങ്ങി ചിലപ്പോൾ നീന്തി കയറിയൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ എൻ്റെ ഹൈസ്കൂൾ അപ്പർ പ്രൈമറി സ്കൂളിലെ വിദ്യാഭ്യാസം കാരണം സെന്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു. അതെൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 4-4.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് വീട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത്, നടന്നാണ് വരുന്നതും. ഏകദേശം 6 മാസക്കാലവും വെള്ളത്തിൽ കൂടെ ആയിരിക്കും നീന്തി കയറി പോകുന്നത്. പല സമയങ്ങളിലും വെള്ളപ്പൊക്കമായിരിക്കുന്നത് താണപ്രദേശങ്ങളാണ്. പക്ഷേ അതൊക്കെ ഞങ്ങളൊരു രസമായിട്ട് കണക്കാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 2 തോണി കയറണമായിരുന്നു. ബാക്കി സമയങ്ങളൊക്കെ നീന്തി ഒക്കെ പോകുമായിരുന്നു. ഈ നരണം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ച ഹൈസ്കൂളിലാണ്. അപ്പോൾ ഒരു ദിവസം അവിടെയൊക്കെ അന്ന് ഈ സ്കൂൾ സമരങ്ങളൊക്കെ നടക്കും. KSU, KSC ഇവരൊക്കെ തമ്മിൽ ധാരാളം സമരങ്ങൾ നടക്കുക. നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ എവിടെയെങ്കിലും സമരം പൊട്ടിപ്പുറപ്പെടും. ഉടനെ ക്ലാസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് വരും. അങ്ങനെ ഒരു ദിവസം ഒരു പീരീഡ് നേരത്തെ ക്ലാസ് വിട്ടു. അപ്പം ക്ലാസ് വിട്ട് കഴിയുന്ന തന്നെ എല്ലാം ജനലിന് ഇതൊന്നുമില്ല, കമ്പിയൊന്നുമില്ല. ഒരു എല്ലാം ബോയ്സിൻ്റെ വേറെ ഗേൾസിൻ്റെ വേറെ. അപ്പം ഞങ്ങൾ ബോയ്സിൻ്റെ സെക്ഷനിൽ. അപ്പം എല്ലാവരും കൂവിക്കൊണ്ട് ചാടി, ബുക്കും അടുക്കി പിടിച്ചോണ്ട്. വേറെ ബാഗൊന്നുമില്ല, ഒരു റബ്ബർ ബാൻഡ് കാണും കൂടി വന്ന. അപ്പം ബുക്കും അടുക്കി പിടിച്ചോണ്ട് എല്ലാവരും കതവിൽ കൂടെ ചാടുന്നു, ജനലിൽ കൂടെ ചാടുന്നു. ഒരു കൂവ് അറിയാമല്ലോ. അപ്പം ഞാനും ആ കൂട്ടത്തിൽ ഒരു കൂവിക്കൊണ്ട് ചാടുന്നതും എന്നെ ചേർത്ത് പിടിച്ചു എൻ്റെ OMRE സാർ എന്ന് പറയുന്നത്. എപ്പോഴും ചൂര കണക്കിൻ്റെ സാറാണ് OMRE സാർ. ഇങ്ങോട്ട് മോനിഞ്ഞ് പാടാന്ന് പറയും. പോയിട്ട് നേരെ എന്നെ പിടിച്ചോണ്ട് പോയി ക്ലാസ് ടീച്ചേഴ്സ് റൂമിൽ കൊണ്ടുപോയി. അവിടെ ഒരു 10-45-50 സാറന്മാരെ ഹെക്സ് എന്ന ഇപ്പോഴും ഉണ്ട്. ആ സ്കൂളിൻ്റെയും ഓഫീസ് ടീച്ചേഴ്സ് റൂമിലോട്ട് കൊണ്ടുപോയി. അവിടെ ഇരിക്കുന്ന 50% ടീച്ചേഴ്സുമാരും എൻ്റെ പിതാവിൻ്റെ കൂടെ പഠിച്ചവരും പിതാവിൻ്റെ സ്നേഹിതരുമാണ്. അവരുടെ മധ്യയെ കൊണ്ട് എന്നെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഞാൻ ചെയ്ത കുറ്റം അവിടെ പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കൈ കൂപ്പി എങ്ങനെയും വിടുന്നു. ചെറുതായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ OMRE സാർ പറഞ്ഞു, നീ അതേമാതിരി കൂകി വെച്ച് ഓടിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. 3 ടീച്ചർമാർ എന്തുകൊണ്ട് ആകെപ്പാട് 6 ഹൈറ്റും ഉണ്ട്, ഇത്രയേ ഉള്ളൂ.
6ാം ക്ലാസ്സിലായതല്ലേ. ഓരോരുത്തരുടെയും മുഖത്തോട്ട് നോക്കും വീണ്ടും വീണ്ടും എനിക്ക് കരച്ചിലോ. അവിടുന്ന് ബുക്കെല്ലാം കൂടെ അടുക്കി പിടിച്ചോണ്ട് സർവശക്തിയും പിടിച്ച് ഒരു കൂകല് കൂകി ഒറ്റ ഓട്ടം ഓടി അതിനുശേഷം പിന്നെ സ്കൂളിൽ പോകാൻ പോയിട്ടില്ല. അതൊരു നല്ല ഓർമ്മയാണ്. അതിന്റെ സ്കൂളിൽ പോയിട്ടില്ല? അല്ല, സ്കൂളിൽ പോയിട്ടുണ്ട്, പിന്നെ കൂകാൻ പോയിട്ടില്ല, വിസിലടിക്കാൻ പോയിട്ടില്ല. അതൊരു നല്ല ഓർമ്മയാണ്. അങ്ങനെയൊക്കെ ഓരോ കറക്ഷൻ നല്ല രീതിയിൽ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് പഞ്ചായത്ത് മുക്കിനുണ്ട്. പഞ്ചായത്ത് മുക്കിൻ്റെ അവിടെ നിന്ന് JMS വണ്ടി എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അപ്പം അന്ന് ഈ 9:30 രാവിലെ കച്ചവടം കഴിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ ബസ്സിൻ്റെ പിള്ളേരെല്ലാം കയറി നിറഞ്ഞു. 10 പൈസ ഉള്ളെന്ന് അവിടെ. ഞാനും എൻ്റെ വേറൊരു സ്നേഹിതനും കൂടെ അതിൻ്റെ പുറകെ കയറി ലാഡറെ പിടിച്ചിരുന്നു. അപ്പം അലൂമിനിയം പാത്രത്തിൽ 2 തട്ടുള്ള ചുറ്റുപാത്രമുണ്ട്. ആ ചുറ്റുപാത്രത്തിൽ ചോറുമായിട്ടാണ് പോകുന്നത്. ഒരു മുട്ട പൊരിച്ചതൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അവിടെ ഒരു പാട്ടമ്പലം ആയി കഴിഞ്ഞപ്പോൾ കാരോ പറഞ്ഞ് കണ്ടക്ടർ കണ്ട് ഞങ്ങൾ പുറകിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെ ഡ്രൈവറോട് പറഞ്ഞു ബസ് നിർത്താനായിട്ട് പറയുന്നതും അപ്പോൾ എനിക്ക് മനസ്സിലായി ബസ് എന്നെ പിടിക്കാൻ വരികയാണെന്ന് തോന്നുന്നു. ഞാനെടുത്തൊരു ചാട്ടം ചാടി. അപ്പോൾ ഇതാ കിടക്കുന്നു വീണിതല്ലോ ധരണിയിൽ. അങ്ങനെ നെഞ്ചു അടിച്ച് അവിടെ കിടന്നു. ഈ താടി പോയി ഇടിച്ച് അവിടുന്ന് അതേ തന്നെ കൊണ്ടുപോയി. ഇപ്പം സ്കൂളിനടുത്ത് ഈ ഒരു ഗോമതി ക്ലിനിക് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചെയ്ത് കഴിച്ചപ്പോൾ ഇവിടെ ഇതല്ലേ, ഇവിടെ ആയപ്പോൾ താടി ഇങ്ങനെ വെച്ച് കിട്ടേണ്ടി വന്നു. വീട്ടിൽ നിന്ന് സുഖമായിട്ടപ്പം വീട്ടിലേട്ട് അറിഞ്ഞു ഇവിടെ വീണ് ബസ്സിൽ നിന്ന് വീണ്. പിന്നത്തെ ഇവിടെ ഒരു ബഹളമായി നാട്ടുകാർ മുഴുവൻ കൂടി അവിടെ എത്തി. സ്കൂളിൽ അന്ന് ഈ ഷേക്സ്പിയറിൻ്റെ നോവലൊക്കെ ദ ടെമ്പസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ്, ഡേവിഡ് കോപ്പർഫീൽഡിനൊക്കെ വന്ന് മലയാളത്തിൽ ചെമ്പുകെട്ടത്തിൽ ദാവി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനകത്തൊരു രംഗമുണ്ട് ഗബ്രിയേൽ പുൾ. അപ്പം വർഗീസ് ബിയേഡ് പുൾ, ഗോമതി എന്ന് പറയുന്നത് ഡോക്ടർ ഗോമതി പുള്ള്. അത് ഡോക്ടർ പറയത്തില്ല, ഗോമതി പുൾ വർഗീസ് ബിയേഡ് എന്ന് പറഞ്ഞ് അത് കെട്ടഴിക്കുന്നതിന് വരെ അങ്ങനെയൊക്കെ ഇട്ട് നല്ല നല്ല സന്ദർഭങ്ങൾ ഓർമ്മ മറക്കാൻ പറ്റത്തില്ല അത് രംഗങ്ങളെ. അങ്ങനെ ബസ്സിൽ നിന്നാണ് ഇപ്പോഴും കൊണ്ട് ഇവിടെ പാടില്ല. അതുകൊണ്ട് 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഇവിടെ. അത് 9ാം ക്ലാസ്സിലെ ഒരു അനുഭവം. പിന്നെ എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ടൈഫോയിഡ് വന്നു. ടൈഫോയിഡ് വന്നപ്പം വള്ളത്തേലെ എന്നെയും കൊണ്ട് എടത്വായിക്കൊണ്ട്, ഇപ്പോൾ അവിടെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല കാറൊന്നും ഇല്ലെന്ന്, എടത്വ ഫെലോഷിപ്പ് ഹോസ്പിറ്റലുണ്ട്, ബേബിച്ചൻ്റെ ആശുപത്രി, അവിടെ കൊണ്ടാക്കി. എൻ്റെ അമ്മച്ചിയായിരുന്നു എൻ്റെ കൂടെ നിന്ന്. അപ്പോൾ ഒരു നേഴ്സ് വന്ന് ബ്ലഡ് എടുക്കാൻ വന്നു. അപ്പോൾ ഞാൻ വളരെ കുഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഓമനിച്ച് വളർത്തുന്ന ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഡോക്ടറെ കാണണം, ഡോക്ടർ ഇവര് എന്നെ മുറി കയറ്റരുന്നു പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പോയി പറഞ്ഞു. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. അപ്പോഴത്തേക്ക് സൂചിയെല്ലാം വലിച്ചൂരി. പിന്നെ ഡോക്ടർ തന്നെ ബ്ലഡ് എടുത്തു. അങ്ങനെ ഒക്കെ കൊച്ചു വെച്ച് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലഘട്ടം പോലെ അല്ല ഞാൻ ജനിച്ചതും വളർന്നതും. എന്നോടൊപ്പം അന്ന് ജനിച്ചവരും ഒക്കെ 50കളിൽ 60കളിൽ 70. അന്നത്തെ ഒരു ചുറ്റുപാടും മാതാപിതാക്കന്മാരോടുള്ള ബഹുമാനവും മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളരുന്നതുമായ ഒരു രീതി ഇന്നില്ല. എന്നെ സംബന്ധിച്ചും സർവശക്തനായ ദൈവം കഴിഞ്ഞാൽ എൻ്റെ ആരാധ്യ പുരുഷൻ, ദൈവം കഴിഞ്ഞാൽ എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവിൻ്റെ കർശനമായ ശിക്ഷണത്തിൽ വളർന്നാണ് ഞാൻ. അപ്പം അത് അന്നും ഇന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നെ സ്വാധീനിക്കുന്നുണ്ട് മേൽത്തരമായ രീതിയിൽ. അപ്പോൾ കുടുക്കവാങ്ങുകൾക്കാണെങ്കിലും കണക്കിനാണെങ്കിലും എൻ്റെ പിതാവ് വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു. അദ്ദേഹത്തിന് എല്ലാത്തിനും കണക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, നമ്മളൊരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പിതാവിന് 3 തത്വങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ആവശ്യമാണോ, 2 അത്യാവശ്യമാണോ, 3 ഉപേക്ഷിക്കാൻ പറ്റാത്തതാണോ. ആവശ്യമാണെങ്കിൽ മേടിക്കണ്ട, അത്യാവശ്യമാണെങ്കിലും മേടിക്കണ്ട. അതായത് 2 ഉടുപ്പുണ്ട്, 3ാമത്തെ ഒരു ഉടുപ്പ് അത്യാവശ്യമല്ല. ഉപേക്ഷിക്കാൻ പറ്റാത്തതാണെങ്കിൽ വാങ്ങിക്കണം. എന്താണ് ഉപേക്ഷിക്കാൻ പറ്റാത്തത്? 1 ഉടുപ്പേ ഉള്ളൂ, 2ാമത്തെ ഉടുപ്പ് കീറി, കക്ഷം പൊട്ടി, കൈകൊണ്ട് തയ്ക്കാൻ പറ്റത്തില്ല. സൂചി നൂല് കൊണ്ട് തയ്ക്കാവുന്നതാണെങ്കിൽ 1 ഉടുപ്പേ ഉള്ളൂ, 1 വേറുടുപ്പ് വേണം. ഉപേക്ഷിക്കാൻ പറ്റാത്തതാണെങ്കിൽ
അന്നേരം വാങ്ങിക്കണം. അത് ആവശ്യമാണെങ്കിൽ മേടിക്കണ്ട, അത്യാവശ്യമാണെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത, അല്ലാതെ മേടിച്ച് 4 പൈസ ഉണ്ടാക്കി അന്നേരം തന്നെ ദൂർത്തടിച്ച് കളയുന്ന ഒരു കോടി രൂപ ലോട്ടറി അടിക്കുന്നവൻ 6 മാസം കഴിയുമ്പോൾ ഭിക്ഷയായിരിക്കാൻ പോകും. എന്തുകൊണ്ടാണ്? അപ്പോഴത്തേക്ക് വീട്ടുകാരും ബന്ധക്കാരും നാട്ടുകാരും അവനും കയ്യിലുള്ളതെല്ലാം അവിടെ നിൽക്കുമെന്ന് കണ്ട് ചെലവഴിക്കും. അനേകർ വളരെ ഭിക്ഷാടനത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. 1 കോടി അയച്ചാലും കാണില്ല, 2 കോടി അയച്ചാൽ. എന്നാൽ തേട്ടത്തിൽ പാതി സൂക്ഷം അതിൻ്റെ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. തേട്ടത്തിൽ പാതി സൂക്ഷം. അല്ലെങ്കിൽ കിഴക്കൂന്ന് വന്നതുമില്ല, ഒറ്റാലി കിടന്നുമില്ലാത്ത പോലെ ആയിപ്പോകും. അപ്പം നമുക്കെല്ലാത്തിനും ഒരു കണക്ക് വേണം. നമ്മളെ അറിഞ്ഞ് ജീവിക്കണം. എൻ്റെ കയ്യിൽ 1000 രൂപ ഉള്ളെങ്കിൽ 1000 രൂപയും എനിക്കുള്ളതല്ല. അത് നമ്മുടെ ഗുരുക്കന്മാർക്ക് കൊടുക്കണം, മരുന്ന് മേടിക്കാൻ കൊടുക്കണം, അച്ഛന്മാർക്ക് കൊടുക്കണം, നേർച്ചയിടണം. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുത്തെങ്കിലേ പറ്റും. എൻ്റെ വീട്ടിലെ ധാരാളം ഉപദേശിമാരും അച്ഛന്മാരും വരുമായിരുന്നു. ധാരാളം ഉപദേശിമാരും ഒക്കെ വന്ന് രാത്രി തങ്ങുമായിരുന്നു. അപ്പോൾ ഇവർക്ക് പോകുമ്പോഴൊക്കെ അച്ഛൻ 2 രൂപ, 1 രൂപ, 2 രൂപ, 5 രൂപയൊക്കെ കൊടുക്കുമ്പം എൻ്റെ നെഞ്ച് ഇച്ചിരി പൊടിയുമായിരുന്നു. അപ്പം ഞാൻ കണക്കൂടെ എത്രയൊക്കെ അപ്പം മേടിച്ച് തിന്നായിരുന്നു. അതും അച്ഛനല്ലേ കൊടുക്കുന്നത്, എൻ്റെ കൈ തന്നിട്ടാണ് കൊടുക്കുന്നത്. എന്നെ കൊണ്ടാണ് കൊടുപ്പിച്ച്, എന്നെ അന്നേ കൊടുത്ത് പഠിപ്പിച്ചതാണ്. അപ്പം ഒരു ഏത്തക്കാപ്പത്തിനൊക്കെ 6 പൈസ, 1 അണ കാലമുള്ളൂ. നല്ല അവല് വെച്ച് ഏത്തക്കാപ്പത്തിനൊക്കെ 1 അണയ്ക്ക് കിട്ടുന്ന കാലം. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും അച്ഛൻ ഈ പൈസ ഒരു 50 പൈസ കൊടുത്താൽ പോരായിരുന്നു, അല്ല 25. അതായത് ഈ ഒരു 5 രൂപ ഉണ്ടാക്കണേ നമ്മൾ 3 ദിവസം അധ്വാനിച്ചെങ്കിലേ ഉള്ളൂ. പക്ഷെ ഉപദേശിമാർ വന്നിരിക്കുമ്പോൾ അച്ഛൻ ഈ കണക്കില്ല. മനസ്സിലായോ? അങ്ങനെ ചെറുപ്പത്തിലേ ഞാൻ എന്നെ കൊണ്ട് കൊടുപ്പിച്ചാണ് അച്ഛൻ പഠിപ്പിച്ചത്. കൊടുക്കാൻ എന്നെ ദാനശീലനാക്കി. പിന്നെ വേദപുസ്തക പ്രകാരം മാത്രം ജീവിച്ചൊരുവൻ ഒരു കാര്യത്തിലും വഞ്ചന കാണിക്കത്തില്ല. സത്യസന്ധതയുടെ പര്യായമായിരുന്നു. ഒരുത്തൻ്റെ മുതലും, അതായത് സാറിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എൻ്റെ പോക്കറ്റ് വരുന്നുണ്ട്. അധ്വാനിച്ചുണ്ടാക്കാൻ അത് ചെലവഴിക്കുക. എനിക്ക് എല്ലാത്തിനും ഒരു കണക്ക് വയ്ക്കുക. അതുകൊണ്ട് എൻ്റെ പിതാവ് ജോലി ചെയ്തെടുത്ത എടത്തുവാൽ ചന്തയിൽ എനിക്ക് അന്നും ഇന്നും സ്നേഹിതങ്ങൾ വിചാരിക്കും നേരാ. ഇന്നും ഞാൻ അറിയുന്ന കടകളുണ്ട് അവിടെ. ഒരുപ്പെട്ട കടകളെല്ലാം കയറി ഞങ്ങൾ സാധനം മേടിക്കാറുണ്ട്. അപ്പനോടൊപ്പം പോകുമായിരുന്നു. എടത്തുവ, തലവടി, നീരേറ്റുപുറം, നിരണം പ്രദേശം മുഴുവൻ, കടപ്പുറ വരെ ഇവരെല്ലാം എൻ്റെ പിതാവ് അറിയുമായിരുന്നു. എൻ്റെ പിതാവിനെ അവരെല്ലാം അറിയും. അതേ ബഹുമാനം പിതാവിന് കൊടുത്ത് ബഹുമാനം എനിക്ക് അന്നും കിട്ടുമായിരുന്നു. കച്ചവടം ചെയ്യാൻ എനിക്ക് വളരെ ഈസി ആയിരുന്നു. ആർക്കും ഒരു ഇൻട്രഡക്ഷൻ, ഇന്നാരുടെ മകനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതെന്നെ കാണുമ്പോഴേന്ന് അറിയാൻ. പിതാവിൻ്റെ ഡിക്റ്റോ തന്നെയായിരുന്നു. പാപ്പച്ചൻ്റെ മോനല്ലേ, കാണുമ്പോൾ അറിയാമെന്ന് പറയും. അപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതേ പിതാവ് എന്ത് ചെയ്തോ അതിനെക്കാട്ടിൽ ഒന്നുകൂടെ മെച്ചമായിട്ട് ചെയ്യാനേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് പിതാവ് അന്നും ഇന്നും എന്നും മാർഗദർശി. എന്നാൽ ഇത്രയും ദൈവഭക്തനായ പിതാവ് എനിക്ക് ഒരു തവണ പനി വന്നു, ഭയങ്കര കഠിനമായ. വീണ്ടും ഞാൻ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്നു. അപ്പോൾ ഈ അന്ന് ഹോമിയോപ്പതി മരുന്നുകളാണ് കൂടുതലും തരുന്നത്, അന്ന് കുറയുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ടെമ്പറേച്ചർ കൂടി പോകുക, അച്ഛൻ ഇങ്ങനെ തെറ്റിക്ക് ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും. എപ്പോഴും എന്നെ കൈ എൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാത്തപ്പോഴും അത് നോക്കിയിട്ട് എന്താ അടുക്കളയിൽ ഞങ്ങളുടെ ഭക്ഷണം ഒരിക്കലും ഞങ്ങൾ ആരും രോഗികളായിട്ട് അങ്ങനെ കിടന്നിട്ടില്ല. ഈ ചൂട് വന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഈ വല്ലാത്ത ഒരു ഭയങ്കര മുട്ടൻ വാഴക്കൊല വീടിൻ്റെ നേരെ മുൻവശത്ത് നമ്മുടെ കയറുന്ന വാതിലിൻ്റെ നേരെ മുമ്പിൽ ഇങ്ങനെ കുലച്ച് കിടക്കും, വാതിക്കലോട്ട്. അപ്പോൾ ആരോ പറഞ്ഞു, പാപ്പച്ച ഈ കൊല അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇവര് മോനച്ചൻ്റെ പനി കുറയത്തില്ല എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇത്രയും വിശ്വാസമുള്ള മനുഷ്യൻ എനിക്ക് വേണ്ടി ആ ഈ വാഴ വെട്ടിക്കളഞ്ഞ. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു, അതാ പരീക്ഷിക്കാമെന്ന് കൊണ്ട് അവസാനത്തെ കൈ ആ വാഴ അന്നേരം തന്നെ വെട്ടി. മൂത്തില്ല, കൊല ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര ഒരു കൊല. അങ്ങനെ അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും 1 ഇഞ്ച് ഒരു പൊടി സ്നേഹം ഉള്ളതായിട്ട് പുറത്ത് കാണിക്കത്തില്ല. ഒരു സ്നേഹവും പുറത്ത് കാണിക്കത്തില്ല. ഞങ്ങൾ 7 മക്കള് 8 മക്കള് 9 ഉണ്ടായിരുന്നു. പിന്നെ 2 എണ്ണം മരിച്ചുപോയി. പിന്നെ 7 എണ്ണമായിട്ട് വളർന്നു വന്നത്. ഒരിക്കൽ പോലും സ്നേഹം ഞങ്ങൾക്കൊന്നും വലിയൊരു ലാവിഷായിട്ടൊന്നും ചിരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്തോ ഇത്ര അട്ടഹസിക്കാരെന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് പക്കാ മിലിറ്ററി സ്റ്റൈലിൽ അങ്ങനെ ജീവിച്ചു വന്നാൽ ഞങ്ങൾ. അവിടെ ആർക്കും ഒരു ദോഷമൊന്നുമില്ല. എല്ലാവരും
നല്ല നല്ല സ്ഥാനങ്ങളിലെത്തി, മക്കളെല്ലാം നല്ല നല്ല സ്ഥാനങ്ങളിലെത്തി. അവരെയും സഹായിക്കാനും കൊടുക്കാനും എല്ലാം എനിക്ക് സഹായിച്ച എൻ്റെ സഹോദരി 5 സഹോദരിമാരായിരുന്നു. 5 സഹോദരൻ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് 1984 ഏപ്രിൽ മാസം 22-ാം തീയതി എൻ്റെ പിതാവ് പെട്ടെന്ന് ഈ ലോകത്തിൽ. അതെനിക്ക് താങ്ങാൻ ആകുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അന്ന് ഈ കുടുംബത്തിന്റെ ഭാരം, എൻ്റെ 5 പെങ്ങന്മാരും എനിക്ക് അന്ന് 5 പെൺമക്കളായിട്ട് മാറി. എൻ്റെ അനിയൻ, ഞാൻ എയർഫോഴ്സിൽ ചേരുമ്പോൾ 1-ാം ക്ലാസ്സിലാണ് എൻ്റെ അനിയൻ, പറയാമല്ലോ. അപ്പൊ അങ്ങനെ, പക്ഷേ കഠിനാധ്വാനത്തിലൂടെ എല്ലാവരെയും നല്ല സ്ഥാനത്ത് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. നല്ല സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചു. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു, എല്ലാ വിവാഹങ്ങളും. പക്ഷെ വിവാഹങ്ങളൊന്നും ഞാൻ കടം മേടിച്ച് ഒരു വിവാഹവും നടത്തി. 100 പവന്റെ ആഭരണോ 50 പവന്റെ ആഭരണോ, 10 ഉള്ളെങ്കിൽ 10, 5 ഉള്ളെങ്കിൽ 5, 2 ഉള്ളെങ്കിൽ 2. എന്റെ കയ്യിലുള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ കൊടുക്കാനോ ഒന്നും പോയിട്ട്. കാരണം കടം മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കയറത്തില്ല. അങ്ങനെയുള്ള മോടികളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്നാൽ എല്ലാ വിവാഹങ്ങളും നല്ല മംഗളമായിട്ട് നടന്നു. നല്ല നല്ല കുടുംബങ്ങള്, നല്ല നല്ല ബന്ധങ്ങളില് അവരെല്ലാം ഇന്ന് സന്തോഷമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചു പോകും. ഇപ്പം 16 വയസ്സ് ആകുന്നതിന് മുമ്പ് ഞാൻ SLC പാസ്സായി. അത് കഴിഞ്ഞ് ടൈപ്പ് ആൻഡ് ഷോർട്ട് ഹാൻഡ് എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടെ എൻ്റെ ഈ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയുള്ള കാരണം സ്കൂളിൽ നിന്ന് പിന്നെയും 1 കിലോമീറ്റർ പരമുണ്ട് കടപ്ര ജംഗ്ഷനിലെ ഒരു പിറ്റ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അവിടെ പോയി ടൈപ്പ് ആൻഡ് ഷോർട്ട് ഹാൻഡ് പഠിച്ചു 2 വർഷം. 2 വർഷം പഠിച്ചുകൊണ്ട് ആ കൂട്ടത്തിലെ എൻ്റെ ചുറ്റുപാട് ധാരാളം ആൾക്കാർ, വീടിന് ചുറ്റും ധാരാളം ആൾക്കാർ, ഒരു വീട്ടിൽ നിന്ന് 2-3 പേര് വരെ എയർഫോഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ സമയങ്ങൾ കിട്ടുമ്പോൾ അവർ എയർഫോഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എയർഫോഴ്സിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ എനിക്കതിൽ വളരെ ഇൻട്രസ്റ്റായി, വളരെ താല്പര്യം തോന്നി. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛന് താല്പര്യമില്ല, അച്ഛന് മോൻ പോകണ്ട, നമുക്ക് ഇവിടെ ഈ വ്യാപാരം ചെയ്താൽ മതി, വ്യാപാരത്തിൽ നിന്ന് ലാഭമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. എനിക്ക് എയർഫോഴ്സിൽ ചേരണമെന്നായി. എയർഫോഴ്സിലെ കാര്യങ്ങളും യാത്രകളും ട്രെയിനിങ്ങും ലീവും നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ. എൻ്റെ പിതാവും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു, എയർഫോഴ്സ് ആർമിയിലൊക്കെ ചേരുന്നുണ്ട്, ചുമ്മാ അവിടെ ചെന്നാൽ മതിയായിരുന്നു, അവരങ്ങ് എടുക്കുകയായിരുന്നു. അവരൊക്കെ ഇന്ന് പെൻഷൻ പറ്റിയ ആൾക്കാർ അന്ന് നാട്ടിലുണ്ട്. ഞാൻ ഈ സമയത്ത് 72-ലെ കാര്യമാണ് ഇത് പറഞ്ഞത്. ഞാൻ 72-ലാണ് എയർഫോഴ്സ്. അന്ന് ധാരാളം ഇപ്പോഴും അന്ന് അച്ഛൻ്റെ കൂടെ പറയുകയാണ്, എൻ്റെ കൂടെ പഠിച്ചതാ, ചുമ്മാ നടന്നാണ് ജീപ്പേക്ക് അവർ ജീപ്പ് കൊണ്ടൊന്ന് വിളിച്ചുകൊണ്ട് പോയതാന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എയർഫോഴ്സിൽ തരണമെന്ന് വലിയ താല്പര്യമായി. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ആയിട്ട് എൻ്റെ ഒരു സ്നേഹിതനെ കാണാനായിട്ട് പോയി. എൻ്റെ ഇളയ അമ്മാച്ചനെ ഒരാളെ പരിചയപ്പെടുത്തി അവിടെ പോയി ഇവിടെ ബാംഗ്ലൂർ വരാൻ വേണ്ടി. ആ യാത്ര തന്നെ ഏറ്റവും വലിയ കഠിനമായ ഒരു യാത്രയാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് എൻ്റെ അമ്മ വീട്. അവിടെ അമ്മാച്ചന് പിന്നെ കോൺട്രാക്ടർ കല്ലുവെട്ടുണ്ട്, ഈ ചെങ്കല്ല് ഭൂമിയുടെ അടിയിൽ നിന്ന്. എന്നിട്ട് അമ്മാച്ചൻ വരുമ്പോൾ ഒന്ന് പൂശിയൊന്ന് മിനുങ്ങി നല്ല ചാരായമൊക്കെ അടിച്ചിട്ട് പട്ടച്ചാരയൊക്കെ അടിച്ചിട്ടേ വരുന്നുള്ളൂ. വഴക്കും വയ്യാലിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ധാരാളം പണമൊക്കെ. അദ്ദേഹം വന്നപ്പോൾ ഒരു 10 മണിയായി. അന്ന് മോനച്ചാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കാട്ടിൽ ഇളയത് അദ്ദേഹത്തിൻ്റെ മകന്. എൻ്റെ കയ്യിലൊരു മോതിരമുണ്ട്. രാത്രിയിൽ ഈ രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി മാവേലിക്കര കല്ലുമലയുടെ ഭാഗത്തുനിന്ന് അവിടുന്ന് ഇറങ്ങി കണ്ണാട്ടുമുടി, അവിടുന്ന് മാങ്കാങ്കുഴി നടന്നു. മാങ്കാങ്കുഴി ചെന്നപ്പറഞ്ഞ ലൂറികളൊക്കെ പോലെ കയറാമെന്ന് പറഞ്ഞു. അവിടുന്ന് 4 കിലോമീറ്ററാണ് മാങ്കാങ്കുഴി വന്നു കഴിഞ്ഞൊന്നുമില്ല. അവിടുന്ന് നടന്ന് മുന്നോട്ട് പോയി മാങ്കാങ്കുഴി നടന്ന് പന്തളം വരെ നടന്നു. രാത്രിയിൽ എന്തോ വയസ്സുണ്ട്, ജസ്റ്റ് 17-18 വയസ്സേ ആയിട്ടുള്ളൂ. ഈ അമ്മാച്ചൻ നല്ല ടൂണില്ല, അമ്മാച്ചന് നല്ല എനർജി ഉണ്ട്. നമ്മുടെ എടുത്തുകൊണ്ട് എനർജി ഉണ്ട്. അമ്മാച്ചൻ്റെ മോനും ഞാനും അനന്തരനും ഞങ്ങൾ 3 പേരും കൂടെ നടന്ന് പകുതിയായപ്പം കരിമ്പിൻ്റെ തോട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മോതിരം ഊരി മടിയിലങ്ങ് വെച്ചു. പലരും അതെങ്കിലും അടിയിലൊക്കെ വെച്ചിട്ട്
ഏകദേശം ഒരു 4 മണിയായി പന്തളത്ത്. പന്തളത്തു നിന്ന് പിന്നെ അവിടെ നിന്നുണ്ടൊരു 5 കിലോമീറ്റർ. അവിടുന്ന് വീണ്ടും നടന്ന് ഏകദേശം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് കുഴിക്കാട് വരെ ചെല്ലുന്നത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് നടന്ന് അങ്ങനെ അവിടെ ചെന്നു. അവർക്ക് തന്നെ സങ്കടം തോന്നി. അതാ ചേരാൻ വേണ്ടിയുള്ള ആഗ്രഹം. അങ്ങനെ അവിടുന്ന് ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂർ വരുമ്പം ജോളാർപേട്ട വന്നു കഴിഞ്ഞപ്പം ഇവിടെ ടെസ്റ്റിന് വരിക. ജോളാർപേട്ട വന്നപ്പം ട്രെയിനിന് നിന്നു. അവിടുന്ന് ആൾക്കാർ പറഞ്ഞ് ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ കൃഷ്ണാരി എന്ന് പറയും. കൃഷ്ണാരി എന്ന് പറയും. അവിടുന്ന് ബാംഗ്ലൂരിന് കിട്ടുമെന്ന്. അപ്പം കുറേ ബസ്സുകൾ അങ്ങനെ കൃഷ്ണാരി നമുക്ക് കൃഷ്ണാഗിരി എന്നാണ് വിളിക്കുന്നത്. പിന്നെ പിൽക്കാലത്താണ് അതുകൊണ്ട് ഞാൻ കൃഷ്ണാഗിരി എൻ്റെ തലയ്ക്കകത്ത് എപ്പോഴും ഉണ്ട്. കൃഷ്ണാരി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കകത്ത് കയറി. ഒരു ചെറിയ സൂട്ട് കേസ്, ഒരു ഉപദേശ സഞ്ചിയുണ്ട്. കയറി കൃഷ്ണാഗിരി പിന്നെ ജോളാർപേട്ട കൃഷ്ണാഗിരി വന്നപ്പോൾ ഹൊസൂറിൽ നിന്ന് ബാംഗ്ലൂർ വന്നു. അങ്ങനെ ട്രെയിൻ സമരം തന്നെ, റെയിൽവേ സമരം ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ ബാംഗ്ലൂരിൽ ഇവിടെ വന്നു ഒരാഴ്ച ഒരു ചെറിയ ട്യൂഷനൊക്കെ ഇവിടെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ടേ. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നിന്ന് വന്ന ഇവിടുത്തെ ജനറൽ നോളജ് ഉണ്ട്. മൃഗങ്ങളുടെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ട്, ഗ്രാമർ, അന്നുകൊണ്ട് നമുക്ക് ഈ GK പാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് അങ്ങനെയുള്ള സ്കൂളിൽ സംവിധാനങ്ങളൊന്നുമില്ല. അന്ന് GK അങ്ങനെ ഒന്നും നമുക്കറിയില്ല. ഇവിടെ വന്നു 72 അങ്ങനെ സെപ്റ്റംബറിൽ വന്ന് എയർഫോഴ്സിൽ അവരെടുത്തു. തിരിച്ച് മടക്കി ചെന്നപ്പോഴത്തേക്ക് മണിഞ്ഞു പോരുന്നു. എന്നെ ഞാൻ പറഞ്ഞ സെലക്ഷനായി. അപ്പം ചിലർ പറയും കിട്ടി കാണത്തില്ല, അതാ ഇനി വന്നേ. ദൈവകുറവുകൊണ്ട് ഡിസംബർ മാസം 72 സെപ്റ്റംബറിൽ ചേർന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കോൾ ലെറ്റർ വന്നു. കോൾ ലെറ്റർ വന്നതിൻ്റെ പിറ്റേ ദിവസം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വന്ന ലെറ്റർ ഒന്ന് വായിച്ചെടുക്കണ്ടേ, ടെലഗ്രാമല്ലേ, എന്നൊക്കെ ശരിക്കും എൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ പിറ്റേ ദിവസം ചെല്ലണം. അവിടുന്ന് അന്ന് തന്നെ കയറി. ആ ട്രെയിൻ വരുമ്പോഴും വീണ്ടും സമരം. അത് കഴിഞ്ഞ് വേറെ മുറി ട്രെയിൻ വേറെ കയറി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ആ നടപ്പും എടുപ്പും കാണുമ്പോൾ TTക്ക് അറിയാൻ പഴയതാണോ പുതിയതാണോ. അപ്പം ഞാൻ പുറത്തോട്ടിറങ്ങാനായിട്ടുള്ള ശ്രമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്ലാറ്റ്ഫോമിൽ ഈ പെട്ടിയും പിടിച്ച് ഉപദേശ സഞ്ചിയും തോളലിട്ട് നയിക്കുമ്പോൾ TT വന്നു. പെട്ടി തുറക്കാൻ പറഞ്ഞു. പെട്ടി തുറന്ന് അതെന്തോ കാണിക്കാൻ പറഞ്ഞു. അതിനകത്ത് ഉപ്പേരി, ഇവിടെ വരുന്ന വീട്ടിലൊക്കെ ഇച്ചിരി ഉപ്പേരി, ഇച്ചിരി സമ്മന്തിപ്പൊടി, ഒരു പാക്കറ്റ് അടിച്ചപ്പോൾ പുളി. അപ്പം കറുത്തിരിക്കണം. അമ്മ വിചാരിച്ചു എന്താണെന്നറിയത്തില്ല, കഞ്ചാവാണോ എന്തോ, ഗാഞ്ചയോ അതോ കറപ്പാണോ എന്തുവാന്നോ. അപ്പം അവനോട് ചോദിച്ച് ഞാൻ ഇത് തോട്ടുപുളിയാന്ന് പറഞ്ഞു. അല്ല നമുക്കിപ്പോൾ പുളിയുടെ ഇംഗ്ലീഷ് പറയാനാണ്, അല്ല കന്നഡത്തിൽ പറയാനാണ്. അപ്പം ഞാൻ പറഞ്ഞു കറി ഫിഷ് കറി. TTക്ക് ഒരു അന്ന് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ നിൽക്കുക. അപ്പം അടുത്ത വഴി ആരോ മലയാളി അത് പറഞ്ഞ് ഇത് ഇന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവിടെ നിന്ന് കിട്ടി. പിന്നെ ആദ്യത്തെ ബാംഗ്ലൂരിൽ അവിടുന്ന് ആദ്യം കയറുന്ന ബസ്സാണ് 259. അങ്ങനെ കണ്ടോൺമെന്റ് മുന്നിൽ നിന്ന് ശിവാജിനഗറിൽ നിന്ന് ബസന്തപൂർ വഴി ജലാലി വെസ്റ്റ്, ജലാലി ക്രോസ്, ജലാലി വെസ്റ്റ്, ജലാലി ഈസ്റ്റ് വരെ പോകുന്നൊരു ബസ്സാണ് 259. അങ്ങനെ 259 നിന്ന് ബസ്സെ കയറി ഗംഗമ്മ സർക്കിളിൽ വന്ന് ഇറങ്ങി ആദ്യം വരുന്ന 1972 ഇവിടെ എത്തിയതാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു വീട് ജലാലി കിട്ടിയപ്പോഴും അതിൻ്റെ നമ്പർ 259 ആയിരുന്നു. പിന്നെ ഞാൻ മേടിച്ചൊരു കാറിന് കിട്ടിയ നമ്പറും 259. അങ്ങനെ 3 നമ്പർ ഓട്ടോമാറ്റിക്കലി കിട്ടിയതും അതെൻ്റെ ലക്കി നമ്പറാണ് ബാംഗ്ലൂരിൽ.